ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് 1ാം യൂണിറ്റിലെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റുകൾക്കും ഓണപരീക്ഷയ്ക്കും ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കവിതയിലെ താഴെ നൽകിയിരിക്കുന്ന വരികൾ വായിച്ച് അതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1. What does the poet compare the world to? കവി ലോകത്തെ എന്തിനോടാണ് ഉപമിക്കുന്നത്? ആൻസർ: The poet compares the world to a stage. കവി ലോകത്തെ ഒരു വേദിയോട് ഉപമിക്കുന്നു. Question number 2. What do the words exits and entrances signify in human life? Exits, entrances എന്നീ വാക്കുകൾ മനുഷ്യജീവിതത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ: Entrances signify the birth of a human being and exits signify death. Entrances മനുഷ്യന്റെ ജനനത്തെയും exits മനുഷ്യന്റെ മരണത്തെയും സൂചിപ്പിക്കുന്നു. Question number 3. Find a word from the stanza that means only or just. Only അല്ലെങ്കിൽ just എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഈ വരികളിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ: merely. merely എന്ന വാക്കിന്റെ അർത്ഥം മാത്രം അല്ലെങ്കിൽ വെറും എന്നാണ്. Question number 4. Identify the figure of speech used in All the World's a Stage. All the World's a Stage എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്? Metaphor. Question number 5. Identify the figure of speech in Creeping like a Snail. Creeping like a Snail എന്ന പ്രയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്? Answer: simile. Question number 6. Pick out another instance of simile from the poem. കവിതയിൽ നിന്ന് മറ്റൊരു ഉപമയുടെ ഉദാഹരണം കണ്ടെത്തുക. ആൻസർ: sighing like furnace. Question number 7. Write the meanings of these words. താഴെ നൽകിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതുക. A. satchel. ആൻസർ: school bag. B. mewling. ആൻസർ: crying. കരയുന്നത്. C. sans. ആൻസർ: without. കൂടാതെ. Question number 8. Complete the sentences based on the poem. കവിതയെ അടിസ്ഥാനമാക്കി വാക്യങ്ങൾ പൂർത്തിയാക്കുക. ആൻസർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. Question number 9. Match the stages of life with their correct characteristics. ജീവിതത്തിന്റെ ഘട്ടങ്ങളെ അവയുടെ ശരിയായ സവിശേഷതകളുമായി യോജിപ്പിക്കുക. Question number 10. Complete the given passage using the appropriate words from the bracket. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന ഖണ്ഡിക പൂർത്തിയാക്കുക. കുട്ടികളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.